ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആലപ്പുഴയിൽ നവകേരള യാത്ര പോകുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ സംഭവം തലയ്ക്കുൾപ്പെടെ ലാത്തിയടിയേൽക്കുന്നതും കണ്ടതാണ്. ഇന്ന് രാവിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അതിനെ ന്യായീകരിച്ചും രംഗത്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ സംഭവങ്ങളെ കാണുന്നത്? പ്രതിഷേധം തുടരാനാണ് തീരുമാനം എന്ന് KSU പറയുന്നു. നേതൃത്വം അവർക്കൊപ്പം തന്നെയാണോ? അവിടെ KSUവിന്റെ പ്രവർത്തകർ സമാധാനപരമായി ജനാധിപത്യപരമായി അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കറുത്ത കൊടി കാണിക്കുന്നുള്ള യാഥാർത്ഥ്യത്തെ കറുത്ത കൊടി കാണിക്കരുത് എന്നെവിടെയെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ആ നിയമപരമായ നടപടിയെ നേരിടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവരും മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റും നേരിട്ടിറങ്ങി അവിടെ ക്രൂരമർദ്ദനം നടത്തുന്നതിന്റെ വിഷ്വലാണ് ഞാൻ കണ്ടത്. മനസ്സാക്ഷിയുള്ള ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയുമോ? പോലീസിനൊരു ഡ്യൂട്ടി ഉണ്ട്. ഗവൺമെന്റ് ഡ്യൂട്ടി എന്താ? ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ അടുത്തു നിന്ന് പുറത്തേക്ക് പോകരുതെന്നാണ് ആ നിയമത്തിനകത്ത് പറയുന്നത്, ആ നിബന്ധനയിൽ പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയെ വിട്ടിട്ട് അവിടെ പോലീസ് തല്ലണമെന്നൊരിക്കൽ ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് കറക്റ്റ് അല്ലേ? വളരെ കൃത്യമായി മർദ്ദിക്കുന്നതിന് പറ്റിയുള്ള നടപടി ആണ് അവിടെ നടത്തിയത്. ഇത് പോലീസിംഗ് സിസ്റ്റത്തിൽ പെട്ടതാണോ? കേരള പോലീസിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? ഇവിടെ പോലീസ് മാനുവലിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഡ്യൂട്ടി നിശ്ചയിച്ചാൽ ആ ഡ്യൂട്ടിക്ക് അപ്പുറത്തേക്ക് പോയി ഈ പാവപ്പെട്ട കുട്ടികളെ തല്ലണമെങ്കിൽ അവർ ചെയ്യുന്ന നിയമവിരുദ്ധമാണ് എന്നുള്ളത് കറക്റ്റ് അല്ലേ? സത്യം പറഞ്ഞാൽ ഇതിൽ കോടതിയും ഇടപെടേണ്ടതാണ്. വളരെ തെറ്റായ പ്രവർത്തനമാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം രാഷ്ട്രീയം. ഒരു രാഷ്ട്രീയ കക്ഷിയെ മർദ്ദിച്ചൊതുക്കി മുന്നോട്ട് പോകാം എന്ന് തീരുമാനമെടുത്താൽ അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ നിലനിൽക്കുമോ? അങ്ങനെ ആഗ്രഹിച്ച കുറെ ദുർഭരണാധികാരികൾ കേരളത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടായിരുന്നു. അവര് പേപ്പർ കടലാൽ കോട്ട പോലെ എല്ലാം പൊടിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ നടപടിക്കെതിരായി എതിർക്കേണ്ടത് ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ചുമതലയാണ് ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് ഈ തെറ്റിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇത് കാടത്വമാണ്. ഒരിക്കലും കേട്ടുകേൾവി പോലുമില്ലാത്ത തനി കാടത്വം. ഈ കാടത്വത്തോട് വിയോജിക്കുന്ന മുഴുവൻ പരിഷ്കൃത കേരള സമൂഹവും ഇതിനെതിരായിട്ട് ശബ്ദം ഉയർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ ഇരട്ടത്താപ്പ് SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ നടത്തിയ സമരം അതിനെ ദിവസവും ന്യായീകരിക്കുന്നു. ഇന്നലെ പോലും CPM സംസ്ഥാന സെക്രട്ടറി അതിനെ ന്യായീകരിച്ച് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദിവസവും അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് മറ്റ് ജനാധിപത്യ രീതിയിലുള്ള സമരം നടത്തുന്ന സംഘടനകൾക്കെതിരെ അവരുടെ പ്രവർത്തകർക്കെതിരെ നടത്തുന്നതും. ഇപ്പോൾ നിങ്ങളുടെ കാര്യം തന്നെ നോക്കിയാൽ എത്രയധികം കേസുകൾ കാസർഗോഡ് നിന്ന് ഈ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെയൊക്കെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോവുക, തെരഞ്ഞെടുപ്പ് പോലെയുള്ള മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ വരാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ നിങ്ങളെ അത് ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിലാക്കും, ദുർബലപ്പെടുത്താനുള്ള ശ്രമം എന്നുകൂടി നിങ്ങൾ കാണുന്നുണ്ടോ? ഏത് തരത്തിൽ ബുദ്ധിമുട്ടിലാക്കാൻ ശ്രമിച്ചാലും ശരി, അതിന് കീഴടങ്ങി കൊടുക്കാൻ നമ്മുടെ ആത്മാഭിമാനം സംബന്ധിക്കുമോ? അഭിമാന ബോധമുള്ള ആർക്കെങ്കിലും ഇത് അംഗീകരിച്ച് കണ്ണെടുത്തിരിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും സാധ്യമല്ല. ഇവിടെ സത്യം പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ നടപടിയാണ്. ഒരു ഇടിവണ്ടിയായിട്ട് പോകുന്നത് പോലെയല്ലേ ഈ യാത്ര നടക്കുന്നത്. ഈ യാത്രയിൽ ചെല്ലുന്ന മുഴുവൻ ആളുകളെയും, അവിടെ അഭിവാദ്യം നടത്തിക്കാൻ പറ്റുന്ന ആളുകളും പ്രതിഷേധിക്കാൻ വരുന്ന ആളുകളെയും എല്ലാവരെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു ഇടിവണ്ടി യാത്രയായിട്ട് നിൽക്കുകയാണ്. ആ യാത്ര ഈ രൂപത്തിൽ പോകുന്നതോട് കേരള ജനസമൂഹം ഒരിക്കലും പൊറുക്കും എന്ന് ഞാൻ കണക്കാക്കുന്നതേ ഇല്ല. ഇവിടെ ഇപ്പോൾ ഷൂ എറിഞ്ഞ സംഭവത്തിൽ എങ്ങനെ അത് വധശ്രമമാകും എന്നുള്ളത് കോടതി തന്നെ ചോദിച്ച സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അലോഷ്യസ് സേവ്യർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അവർ നിയമപരമായി ഇതിനെ നേരിടാൻ ഒരുങ്ങുന്നു എന്നതാണ്. അപ്പോൾ നിയമ പോരാട്ടമാണോ നിങ്ങൾ മുന്നിൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ അതിനുണ്ടാകുമോ? അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് തേടാൻ ശ്രമിക്കുന്നത്? നിയമപരമായും രാഷ്ട്രീയമായും നേരിടേണ്ടി വരും. ഒരു രാഷ്ട്രീയ കക്ഷി പ്രാന്തളകി ഇറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ നിലയ്ക്കുന്നിട്ട് നമുക്ക് രാഷ്ട്രീയമായി തന്നെ നേരിടേണ്ടി വരും. നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് നിയമപരമായ വശവും നോക്കേണ്ടി വരും. നിയമ കോടതി പറഞ്ഞിട്ടുള്ളല്ലോ, കോടതി ഹൈക്കോടതിയുടെ ചില ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ, ചില ഈ മതിൽ പൊളിച്ചതിനെ കുറിച്ച്, കുട്ടികളെ വിട്ടതിനെ കുറിച്ച്, ഈ നടപടിയെ കുറിച്ച്, പൊരുവയിൽ നിർത്തിയതിനെ കുറിച്ച് ഒക്കെ കോടതി അതത് സമയത്ത് ഇടപെടുകയും
ഇന്ന് കോടതിയുടെ ഒബ്സർവേഷൻ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് മാറ്റമാണ് ഉണ്ടായത്? കോടതിയെ പോലും ഒരു അംഗീകരിക്കാത്ത ആളുകൾ, കോടതിയെ കുറിച്ച് തന്നെ മോശമായ പരാമർശനം നടത്തുന്ന ആളുകൾ, അവർക്ക് കോടതിയോട് എന്ത് ബഹുമാനമാണ്, കോടതി വിധിയോട് എന്ത് ബഹുമാനമാണുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തോടൊന്നും കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല. ആത്യന്തികമായി ജനങ്ങളാണ് ഇതിന്റെ യജമാനന്മാർ. ആ രൂപത്തിൽ അത് രാഷ്ട്രീയമായിട്ട് നേരിടേണ്ടി വരും, നിയമപരമായും മുന്നോട്ട് നീങ്ങേണ്ടി വരും. ശരി, രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. എന്തായാലും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നതാണ് നേരത്തെ അലോഷ്യസ് സേവ്യറും വ്യക്തമാക്കിയത്. രാഷ്ട്രീയ